ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ പുറത്തു വെച്ച് ഋതികയും അവളുടെ അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഋതികയും അവളുടെ അമ്മയോ? ആ, അതെങ്ങനെ? എവിടെ അംബിക മാഡം? വരനെവിടെ? അയ്യോ, അവൻ എന്തോ കാര്യത്തിന് പുറത്തോട്ട് പോയിരിക്കുവാ. അവനെ നോക്കണ്ട. ജോത്സ്യരെന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ച് നാളെ കുറിച്ചിട്ടല്ലേ വന്നത്. ആ അതെ അംബിക മാഡം, ഇനി അതൊന്ന് വർമ്മ സാറിന്റെ മുന്നിൽ വായിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിൽ വായിച്ചോളൂ. വർമ്മ സാറേ, അംബിക മാഡം എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തമാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തന്നെ വിവാഹം നടത്താം. അതാ ഞാൻ നോക്കിയിട്ട് ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഏറ്റവും നല്ല മുഹൂർത്തം. ആ ഇതാ സാർ. പ്രതാപ, നീ ഇനി അത് കൂടുതൽ വായിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വിവാഹം നടത്തിയാ പോരെ? അല്ല, നീ എന്തിനാ അവനെ നോക്കുന്നേ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ? എങ്കിൽ നമുക്ക് നടത്തിയേക്കാം ചേച്ചി. പ്രതാപ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ജോത്സ്യരെ, ഇതിരിക്കട്ടെ. ആ വളരെ നന്ദിയുണ്ട് അംബിക മാഡം. വർമ്മ സാറേ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ ജോത്സ്യരെ, ആ വിവാഹത്തിന്റെ കാർമ്മികത്വം ജോത്സ്യര് തന്നെ വഹിക്കണം. അതിനെന്താ, അംബിക മാഡം പറഞ്ഞാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ ശരി. ആ, ഓ. ഋതികെ, മനസ്സിലായല്ലോ. ഇനി പഴയതുപോലെ കത്തെഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാനോ പുതിയ നാടകങ്ങൾ കളിക്കാനോ ഒന്നും നീ ആലോചിക്കുക പോലും വേണ്ട. മനസ്സിലായല്ലോ? മോളെ വാ. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ. വാ. എന്താടാ? അമ്മേ, ഋതിക എവിടെ അമ്മേ? അവളിവിടെ ഉണ്ട്. ആ, അവളിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? എന്താടാ? എന്റെ അമ്മേ, ഞാൻ പുറത്തു വെച്ച് ഋതികയും അവളുടെ അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഋതികയും അവളുടെ അമ്മയോ? ആ, അതെങ്ങനെ? അല്ല, എന്നിട്ട് ഇത്ര പെട്ടെന്ന് അവളെങ്ങനെ ഇവിടെ എത്തി? വരുന്ന വഴിയില് എന്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതാ ഞാൻ ലേറ്റ് ആയത്. എന്നിട്ട് അവരൊന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ വല്ലതും എടുത്തായിരുന്നോ? ഇല്ലമ്മേ, കിട്ടിയില്ല. പക്ഷെ പത്മാവതിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നോക്കി. ബെസ്റ്റ്. പത്മാവതിയുടെ ഫോട്ടോ എടുത്തിട്ട് എന്താ കാര്യം? നീ അവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് പ്രതാപനെ കാണിക്കായിരുന്നു. അമ്മേ, ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയതാ. അപ്പോഴേക്കും അവള് പോയിരുന്നു. പിന്നെ ആ രാജു ഉണ്ടായിരുന്നല്ലോ ഒപ്പം. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, അവൻ വന്നോ അമ്മേ? ഇല്ല, അവനെത്തിയിട്ടില്ല. അവരെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായില്ല.
എടാ മോനെ, നീയൊന്ന് പോ. എന്നിട്ട് വേഗം പത്മാവതി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കേ. അമ്മേ, അവരെവിടേക്കാണ് പോയതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും. എടാ നീ പോ. എന്നിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ നീ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ശരി അമ്മേ. ചെല്ലേ. എന്നാലും എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? എന്തിനായിരിക്കും അവര് 3 പേരും ഒരുമിച്ച് കണ്ട് സംസാരിച്ചത്? ഋതികയോട് ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാ ഞാനെല്ലാം അറിഞ്ഞൂന്ന് മനസ്സിലാവും. അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി അവരെ തടയണം. രാജു, ഋതികയുടെ വിവാഹ തീയതി നിശ്ചയിച്ചു. ചേച്ചി പറഞ്ഞ എന്തും ചെയ്യുന്ന ഒരു ജ്യോത്സ്യനുമായി വന്ന് ചേച്ചി മുന്നേ പറഞ്ഞനുസരിപ്പിച്ച പോലെ ഒരു തീയതിയും പറഞ്ഞിട്ട് പോയി. പ്രതാപേട്ടനും അതിനെതിർത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാ യമുന മേഡം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മറ്റന്നാളോ? അതെ. വിവാഹം നടത്താനുള്ള സമ്മതം അംബിക മേഡം വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ മേഡം? ഇനിയിപ്പോ നിന്ന നിമിഷത്തിൽ തന്നെ അംബിക മേഡം ഋതിക മേഡത്തിന്റെയും ദീപകിന്റെയും വിവാഹം നടത്തിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ രാജു നീ അങ്ങനെ പറഞ്ഞേ? നമ്മൾ ഋതുമോളുടെ ജീവിതം ചേച്ചിയുടെയും ദീപകിന്റെയും കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ രാജു പറയുന്നത്? ഇതിനു മുമ്പ് ഇതേ വിവാഹം നിശ്ചയിച്ചപ്പോ ഞാനും ശേഖരേട്ടനും ഒന്നും വേണ്ടിയില്ല. കാരണം അന്ന് ഋതുമോളുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ മനസ്സിൽ ഒരാളുണ്ട്. മനസ്സിലൊരാളെ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതും അവള് നരകത്തിലേക്ക് എടുത്തു ചാടുന്നതും ഒരുപോലെയാ രാജു. രാജു, നീ ഋതുമോളുടെ പ്രണയം അംഗീകരിക്കണം, അവളെ സ്വീകരിക്കണം. ഇപ്പൊ ഈ നിമിഷം രാജു ഋതുമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണം. ആരും രാജുവിനെ തടയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം.